നമസ്കാരം. ഞാൻ സൈന്ധവിയാണ്. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ആദിലെ നൂറയും അവരുടെ ബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോടോ ഇല്ലെങ്കിൽ മകനോടോ പറഞ്ഞ് കുഞ്ഞു മക്കളോടോ മകനോടോ പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല, പറയാൻ പറ്റില്ല. കാരണം അത് അവരുടെ ആ റിലേഷൻഷിപ്പ് എന്താണെന്ന് ഒരമ്മയ്ക്കും ഒരു മക്കളോടും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അത് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ റീസണിൽ നമ്മുടെ ഒരു സ്ത്രീ അവരാ ഈ ആതിരയുടെ നൂറയുടെ കാര്യം ഒരു കുട്ടി സ്വന്തം അമ്മയോട് ചോദിച്ചപ്പോൾ അവർക്കതിന് മറുപടി ഇല്ലായിരുന്നു, എന്താ പറഞ്ഞു കൊടുക്കണ്ടേന്ന്. അതിങ്ങനെ ഒരു കമൻ്റായിട്ട് വന്ന സമയത്ത് ഒരു പ്രമുഖ ഒരു ട്രാൻസ് വുമൺ പറഞ്ഞ മറുപടിയാണ്, നമ്മൾ ജീവിക്കുന്ന 2025 അപ്പം നമ്മുടെ കാലം മാറി. പക്ഷെ നമ്മൾ നമ്മുടെ മക്കളെ ഇപ്പോഴേ പറഞ്ഞത് മനസ്സിലാക്കി കൊടുക്കണം. അവർ ഇങ്ങനത്തുള്ള ആൾക്കാർ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എന്ന്. പക്ഷെ അതൊക്കെ ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. പക്ഷേ ഇവരുടെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു പേരൻസിനും പറ്റില്ല. അത് ഞാൻ പറയുന്നത് വെച്ചാൽ എൻ്റെ ലൈഫിൽ എനിക്ക് അനുഭവം ഉണ്ടായതുകൊണ്ടാണ്. എൻ്റെ മകൾ ജീവിക്കുന്ന ഒരു ട്രാൻസ് മെന്നൻ്റെ കൂടെയാണ്. ഒരു പെണ്ണായിരുന്ന ഒരു സ്ത്രീ ആണായ ഒരുത്തൻ്റെ കൂടെയാണ് എൻ്റെ മകളിന്ന് ജീവിക്കുന്നത്. ആ ഒരു വേദനയും വിഷമവും എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയാം. അതിൻ്റെ നാണക്കേടും എന്താണെന്ന് ശരിക്കും അറിയാം. അപ്പോൾ ഇതിനുള്ള മറുപടി ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും ഒരു അമ്മയ്ക്കോ ഇല്ലെങ്കിൽ ഒരു മകനോടോ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. അപ്പം എനിക്കിതാണ് പറയാനുള്ളത്. ഓക്കെ, ബൈ ബൈ, ടാറ്റ.